നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഹോണ്ട സിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഇതിൻ്റെ മീഡിയ ഡ്രൈവ് നടന്നെങ്കിലും ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല, സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ ഹോണ്ട സിറ്റിയെ. ഹോണ്ട സിറ്റി പെട്രോൾ അല്ല, ഇത് സ്ട്രോങ് ഹൈബ്രിഡ് മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 27 കിലോമീറ്ററിലധികം മൈലേജ് പറയുന്ന ഒരു മോഡലാണ്. എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്ററിലധികം മൈലേജ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഹോണ്ട സിറ്റി എന്ന് പറയുന്ന ഇന്ത്യക്കാരുടെ വികാരമായിട്ട് വർഷങ്ങൾ 30 എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. 30-ാം വയസ്സിൽ ആൾക്കാർ കുഴഞ്ഞു മരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും 30 വയസ്സായിട്ട് സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുകയാണ് നമ്മുടെ ഹോണ്ട സിറ്റി. 5th ജനറേഷൻ മോഡലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷം 5 ജനറേഷൻ, അതാണ് നമുക്ക് പറയാവുന്നൊരു കാര്യം. 6 വർഷമായി ഈ ഒരു 5th ജനറേഷൻ ഇന്ത്യയിൽ എത്തിയിട്ട് അത് 2023 ഫേസ് ലിഫ്റ്റ് വിധേയമായി. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇതുവരെയുള്ള 5 ജനറേഷൻ കഴിഞ്ഞ ഹോണ്ട സിറ്റികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കാണാൻ ഭംഗിയുള്ള മോഡലായിട്ട് തോന്നിയിരിക്കുന്നത് ഇതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളുടെ തോന്നൽ എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ, മുൻഭാഗം ആ രീതിയിലാണ് ഇവർ മാറ്റിയെടുത്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട്, അതിമനോഹരം എന്ന് മാത്രമല്ല വളരെ എലഗൻറ്റുമാണ്. ഹോണ്ട സിറ്റിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏതൊരു കാര്യവും എലഗൻ്റ് ആണെന്നാണ് പറയേണ്ടത്. ഹോണ്ട സിറ്റി അങ്ങനെ എല്ലാവരും വാങ്ങിക്കുന്നൊരു വാഹനമല്ല. പക്ഷേ ഹോണ്ട സിറ്റി ഉപയോഗിച്ചവർ വീണ്ടും അടുത്ത ജനറേഷനിലേക്ക് മാറുന്നുണ്ട്. 5 ജനറേഷൻ ഹോണ്ട സിറ്റിയും വാങ്ങിച്ചവർ പോലുമുണ്ട് ഇന്ത്യയിൽ. എന്ന് പറയുമ്പോൾ എത്രത്തോളം ആളുകൾ ഈ വാഹനത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. എന്നാൽ ഫീച്ചേഴ്സ് നോക്കിയാലും മറ്റ് പല കാര്യങ്ങൾ നോക്കിയാലും ഈ വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇതിൽ പല കാര്യങ്ങളും എന്നുള്ള മറ്റൊരു സത്യമാണ്. പ്രധാനമായിട്ടും കൊറിയൻ കോമ്പറ്റീറ്റേഴ്സ്, അതുപോലെ തന്നെ ചൈനീസ്, ഈ 2 രാജ്യക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഹോണ്ട സിറ്റി ഇപ്പോഴും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണ നിലവാരവും പിന്നെ ഇതിനോട് നമുക്ക് തോന്നുന്നൊരു സ്നേഹവുമാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനത്തിൽ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, പ്രധാനമായിട്ടും ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറും സംഭവിച്ചിരുന്ന കുറേ മാറ്റങ്ങളുണ്ട്. എഞ്ചിൻ്റെ കാര്യത്തിലോ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലോ ഒന്നും യാതൊരു മാറ്റവുമില്ല. സൈഡ് വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ ഷേപ്പിൻ്റെ കാര്യത്തിലും മാറ്റമില്ല. പക്ഷേ ഈ ഒരു മുൻഭാഗത്തെയും പിൻഭാഗത്തെയും മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ വാഹനം വളരെ മോഡേണായിട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ചോദിച്ചാൽ, ഈ ഒരു ഹണി കോം ഗ്രില്ലാണ് പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയുന്ന കാര്യം. ഫുൾ ബ്ലാക്കാണ് ഈ വാഹനം. ഇതൊരു ബ്ലാക്ക് വാഹനമാണ്. അതോടൊപ്പം തന്നെ മുൻഭാഗം മുഴുവൻ ബ്ലാക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ടുണ്ട്, വളരെ എലഗൻ്റ് ആയിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗം ക്ലോസ്ഡ് ആണ്, ഇവിടെ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതുപോലെ ഹെഡ് ലാമ്പ് അല്പം വലുതായിരുന്നെങ്കിൽ അതങ്ങ് മാറിയിട്ട് വളരെ സ്ലീക്കായിട്ടുള്ള പ്രൊജക്ടർ LED ഹെഡ് ലാമ്പായി. അതിലെ എലമെൻസും ഒക്കെ നല്ല ഭംഗിയാണ്. അതിൽ ഡേറ്റ റണ്ണിംഗ് ലാമ്പാണ് നമ്മളിപ്പോൾ ഈ സൈഡ് ഇൻഡിക്കേറ്ററായിട്ട് കാണുന്നതും. അതും വളരെ ഭംഗിയുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ തുടർച്ച പോലെ ഇവിടെ ഒരു LED ലൈറ്റ് സ്ട്രിപ്പും വന്നു. അതും ഈ മേൽഭാഗത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല, കാരണം മുൻഭാഗം അല്പം താഴ്ന്നാണ് നിൽക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. ഈ ഇത്രയും ഭാഗം കൊണ്ട് തന്നെ മുൻഭാഗത്തിൻ്റെ ഷേപ്പ് പാടെ മാറി നല്ല ഭംഗിയുമായി. താഴേക്ക് വരുമ്പോഴും ഷേപ്പ് മാറ്റമുണ്ട്. അതായത് ഈ ഒരു ബമ്പറിൻ്റെ ഭാഗമൊക്കെ പാടെ മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു എയർ ഇൻടേക്ക് കാണാം. പക്ഷേ ഫോഗ് ലാമ്പ് പോലുള്ള കാര്യങ്ങളൊന്നും ടോപ്പ് എൻഡിൽ പോലും കൊടുത്തിട്ടുമില്ല. താഴെയായിട്ട് ലോവർ ലിപ്പ് ഹോൾഡ് ഭാഗവും വീണ്ടും ഈ ഒരു ഹണികോം ഗ്രില്ലിൻ്റെ തുടർച്ച പോലൊരു ഭാഗവും അവിടെ കാണാം. ഇവിടെ ഹോണ്ടയുടെ ഒരു 2D ഒരു ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചെരിഞ്ഞിറങ്ങുന്ന ഈ ഒരു ബോണറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയാണ്. അതിൽ 1-2 പവർ ബൾജുകളൊക്കെ കൊടുത്ത് അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും മുൻഭാഗം അതിഗംഭീരമാണെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ തുടർച്ച പോലെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു കറുത്ത വാഹനമായതുകൊണ്ട് തന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന വെളുത്ത ടയറുകളാണെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല, ചെളി അടിച്ചാട്ടോ. രാവിലെ തൊട്ട് മാരക മഴയായിരുന്നു, അതുകൊണ്ട് ചെളി അടിച്ചിരിക്കുന്നതാണ്. എന്തായാലും 16 ഇഞ്ച് ടയേഴ്സിൽ മാറ്റമില്ല. പക്ഷേ ഈ കാണുന്ന അലോയ് വീലിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വന്നു. ഫുൾ ബ്ലാക്ക് ഫിനിഷ്, അതായത് മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്ന പിയാനോ ബ്ലാക്കാണ്. അത് ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തേക്കും വന്നിരിക്കുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വെളുത്ത ടയറായിരുന്ന കുറച്ചുകൂടെ ഭംഗിയായിരുന്നു തോന്നുന്നു, കാരണം ചെളി അടിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലായത്. ഇത്രയും വലിയൊരു വാഹനത്തിന് ടയർസിൻ്റെ സൈസ് ചെറുതാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ തോന്നലെന്ന് പറയുന്നത് ടയർ സൈസ് ചെറുതായതുകൊണ്ടല്ല, വളരെ ചങ്കി എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള വലിയ വീലാർച്ച് വന്നുകൊണ്ടാണ്. അല്ലാതെ അത് റൈഡ് കംഫർട്ടിനൊന്നും ബാധിക്കുന്ന രീതിയിൽ ചെറുതായിട്ടുമില്ല. സൈഡ് വ്യൂ മിറേഴ്സിലേക്ക് പ്രധാനമായിട്ടും കാണാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് താഴെയായിട്ട് 2 ക്യാമറയാണ്. അത് സാധാരണ വാഹനങ്ങൾ കാണുന്നതല്ല. അത് ലൈൻ കീപ്പ് അസിസ്റ്റിന്, ലൈൻ വാച്ച് അസിസ്റ്റിന് വേണ്ടിയുള്ളതാണ്. ഈ ഒരു വാഹനത്തിൽ മാത്രമാണ് അതിന് എക്സ്ട്രാ ഒരു ക്യാമറ കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ക്യാമറകൾ കൂടാതെ, 4 സൈഡിലുള്ള 4 ക്യാമറ കൂടാതെ ഒരു എക്സ്ട്രാ ക്യാമറ കൂടി ലൈൻ
കീപ്പ് അസിസ്റ്റൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നമുക്ക് ആ ഉൾഭാഗത്ത് സ്ക്രീനിലൊക്കെ കാണുകയും ചെയ്യാം. എന്നാലും ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് ഡോർ ഹാൻഡിൽ ഉൾപ്പെടെ എല്ലാം ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈവൻ ABC പില്ലർ അടക്കം എല്ലാം ബ്ലാക്ക്, കംപ്ലീറ്റ് ബ്ലാക്കാണ്. അതിലാകെ ബ്ലാക്ക് എല്ലാം നിൽക്കുന്ന ഈ ഒരു സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ റെഡ് ഭാഗം മാത്രമാണ്. സൈഡിലൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലുള്ള പവർ ബൾജുകളും അത്തരം കാര്യങ്ങളും ബോഡി ലൈനുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസമായിട്ട് നമുക്ക് അനുഭവപ്പെടാവുന്ന കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ലെൻസ് ടെയിൽ ലാമ്പ് വന്നു എന്നുള്ള കാര്യമാണ്. ടെയിൽ ലാമ്പിൻ്റെ ഷേപ്പിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം മാറിയിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള എലമെൻറ്റ്സ് വന്നു. അതോടൊപ്പം തന്നെ ക്ലിയർ ലെൻസായെന്ന് മാത്രമല്ല ഉൾഭാഗത്തൊരു സ്മോക്ഡ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ സ്മോക്ഡ് എഫക്റ്റും ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ആ ഒരു ഭാഗം നല്ല ഭംഗിയായെന്ന് മാത്രമല്ല പിൻഭാഗത്ത് വലിയ ഷേപ്പ് മാറ്റം ഇല്ലെങ്കിലും വലിയ ഷേപ്പ് മാറ്റം ഉണ്ടായതായിട്ട് നമുക്ക് തോന്നിക്കും ഈ ഒരു ഭാഗത്തിന് വന്നിരിക്കുന്ന മാറ്റം മൂലം. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ബൂട്ട് ലിഡിൻ്റെ അറ്റത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഭംഗിയുള്ള ലോഗോ, അതോടൊപ്പം തന്നെ താഴെയായിട്ടുള്ള ഭാഗത്ത് കുറേ മാറ്റങ്ങളുണ്ട്. അതായത് ബമ്പറിൻ്റെ ഭാഗം മാറിയിട്ടുണ്ട്. ഇവിടെയും മുൻഭാഗത്ത് കണ്ടുപോലെ ഹണിക്കോം ഗ്രില്ലിൻ്റെ ഭാഗം തുടരുന്നു. അതുപോലെ മുൻഭാഗത്ത് എയർ ഇൻടേക്ക് നിങ്ങൾ കണ്ടെങ്കിൽ അതുപോലെ ഈ ഭാഗത്ത് ആ ഭാഗത്തിന് സമാനമായിട്ട് ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതൊക്കെയാണ്. പിന്നെ EHEV എന്ന് പറയുന്ന ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് ഇവിടെയുണ്ട്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനയും അതുപോലെ തന്നെ ഡീഫോഗറും കൊടുത്തിട്ടുണ്ട്. 500 ലിറ്ററാണ് ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ ബൂട്ട് സ്പേസ് എങ്കിൽ ഇതിൽ കുറച്ച് രാവിലെ മഴയുണ്ട് കുട കേട്ടോ, ഇതിലൊരു അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ താഴെ ബാറ്ററി പാക്ക് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ എങ്കിൽ പോലും വലിയ കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും താഴെ സ്പെയർ ടയറിനുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം സ്ഥലം ഇവിടെ ഉണ്ട്. കൂടാതെ വേണമെങ്കിൽ ഇനിയും കൂടുതൽ സാധനങ്ങൾ താഴെ സൂക്ഷിക്കാവുന്നൊരവസ്ഥയും ഉണ്ട്. പിന്നെ വളരെ ഫ്ലാറ്റുമാണ്. അതോടൊപ്പം തന്നെ സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒട്ടും കുഴിയിലല്ല ഇത് കൊടുത്തിരിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. എന്തായാലും ബൂട്ട് ലിഡിന് പവറൊന്നും കൊടുത്തിട്ടില്ല, പവേർഡ് ആക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിച്ച് തന്നെ അടയ്ക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ ഹോണ്ട സിറ്റിയിൽ വന്നിരിക്കുന്ന എക്സ്റ്റീരിയർ മാറ്റങ്ങൾ. തീർച്ചയായിട്ടും ഭംഗിയുള്ള മാറ്റങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ കാര്യത്തിൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മുൻഭാഗത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന എല്ലാ ഹോണ്ട ജനറേഷൻസ് മാറി വന്നിരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് അനുഭവപ്പെടുന്നത് ഈ ഒരു മുൻഭാഗമാണ്. അതിനൊരു എലഗൻസ് തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുമുണ്ട്. സിറ്റിയുടെ ഉൾഭാഗത്ത് പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ കളേഴ്സിലും അതുപോലെ തന്നെ കുറച്ച് ഡാഷ്ബോർഡിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെയാണ്. നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ബീജ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഐവറി ആൻഡ് ബ്ലാക്ക് ആയി. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചെളിയാകുമെന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ചെളിയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യമാണ്. അഡീഷണലായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സീറ്റിന് വെന്റിലേറ്റഡ് സീറ്റുകളായി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതിൻ്റെ സ്വിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വന്നിരിക്കുന്ന കളേഴ്സിൻ്റെ മാറ്റമാണ്. ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്രോം ഫിനിഷിൻ്റെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ്, താഴെയായിട്ട് വീണ്ടും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങോട് കൂടിയ അല്പം സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ ഭാഗം. ഇതിൻ്റെ ഇടയ്ക്ക് ആംബിയൻ ലൈറ്റിംഗ് നിങ്ങൾക്ക് ഈ ഒരു നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. അതാണിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. AC വെൻറ്റുകളുടെ രൂപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്നിരിക്കുന്നു. എന്നാലും ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ രസമുണ്ട്. ലെയേർഡായിട്ടുള്ള ഡിസൈനൊക്കെ രസകരമായിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. 10.1 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ അല്പം പിന്നിലേക്കാണ് നിൽക്കുന്നത്. നേരെ നിന്നിട്ട് വിസിബിലിറ്റി കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ചായിരിക്കും. പക്ഷേ അത് ഡ്രൈവറെ സംബന്ധിച്ച് അത്രയ്ക്ക് എളുപ്പമുള്ള യൂസ് ചെയ്യാൻ എളുപ്പമുള്ളൊരു സംഭവം അല്ല. കാരണം നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ വെയിലടിക്കുമ്പോൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് വരികയും കാഴ്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യമുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ക്രീനൊക്കെയാണ്. അങ്ങനെ വലിയൊരു ജഗപോകയൊന്നുമില്ല. ആ ജാപ്പനീസ് കമ്പനികൾ ചില പരമ്പരാഗത രീതികളുണ്ട്, അത് വിട്ടു പോകില്ല ഇവർ. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. കളർഫുൾ ഒന്നുമല്ല, വളരെ പാവമായിട്ടുള്ള കുറച്ച് ഒരു സ്ക്രീനാണ് നമ്മൾ കാണുന്നത്. അതുപോലെ റെസൊല്യൂഷൻ ഒന്നും മോശമായിട്ടില്ല. എന്തായാലും ഇതിലൊരു 8 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. അത് നമുക്ക് മോശമല്ലാത്ത റെസൊല്യൂഷനിൽ കാണാൻ സാധിക്കും. ഇതാ പിന്നെ ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഈ ക്യാമറയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും മോശമല്ല. പക്ഷേ അതും ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു സുഖമല്ല. നോക്കുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന സ്ക്രീനിൽ കണ്ടുള്ള ശീലം കൊണ്ടായിരിക്കാം നമുക്കതിൽ അത്ര സുഖമായിട്ട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. കണ്ടില്ല, ഇതെല്ലാം ഒരു പരമ്പരാഗത രീതിയാണ്. പക്ഷേ നല്ല ഫോണ്ടുകളൊക്കെയാണ്. എന്നാൽ പോലും നമുക്ക്
എന്തോ പല പുതിയ വാഹനങ്ങൾ കാണുമ്പോൾ കാണുന്ന ഒരു ഫീൽ അതിൽ ഇല്ല എന്ന് മാത്രമേ തോന്നുള്ളൂ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു ഭാഗം ആണ് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗത്ത്. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്വിച്ചുകളും ഒക്കെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആ ഒരു ടച്ച് ആൻഡ് ഫീലൊക്കെ നല്ല സുഖമാണ്, നല്ല രസമാണ് എന്ന് പറയും. ഇവിടെ മാക്സ് കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയാണ് വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച്. ഇവിടെ നമുക്ക് മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നമായിട്ട് പറയാവുന്നതെന്ന് വെച്ചാൽ ഇതിനൊന്നും ഗ്രിപ്പില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ചാടിപ്പോകും, ഫോണൊക്കെ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവിടെയൊക്കെ ചെറിയൊരു ഗ്രിപ്പ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു, അത് ഏതായാലും കൊടുത്തിട്ടില്ല. 2 കപ്പ് ഹോൾഡേഴ്സ് അവിടെയുണ്ട്. ഇതാണ് സ്വിച്ച്. അതൊക്കെ വളരെ പഴയ രീതിയിലുള്ള സ്വിച്ചല്ല, കീ ഫോബ് പഴയ രീതിയിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കോൺ എഴുതിയിരിക്കുന്ന എക്കണോമിക് മോഡിൽ ഓടിക്കാനുള്ള ഈ ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ചിലേക്ക് മാറുമ്പോൾ മാക്സിമം EVയിൽ ഓടാൻ വാഹനം ശ്രമിക്കും. അതിന് ശേഷം പിന്നെ അത് പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മാത്രമേ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുള്ളൂ. പക്ഷേ മറ്റ് മോഡുകളിലൊക്കെ ഈ ഒരു സ്വിച്ചിങ് വളരെ പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഈ CVT ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ. ഇത് ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. അതും കൊള്ളാം, ടച്ച് ആൻഡ് ഫീലൊക്കെ സുഖമായിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ തന്നെ ബ്രേക്ക് ഹോൾഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് വയർലെസ് ചാർജിങ് പാഡ്. ഇതിൽ മറ്റ് വാഹനങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം വെച്ചാൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാനുള്ള കാര്യമാണ്. ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇവിടെ മറ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും. ഫോൺ അല്ലാതെ മറ്റെന്ത് സാധനവും സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗ്രിപ്പ് കുറവാണെന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഫോൺ സൂക്ഷിക്കുകയും ഒന്ന് ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ അത് നീങ്ങിപ്പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊണ്ട് ഗ്രിപ്പ് എല്ലാ ഭാഗത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് കിട്ടുന്നില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ലൊരു ആംറസ്റ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലൊരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് മോഡ് പ്രതീക്ഷിക്കും. അതിൻ്റെ സ്വിച്ചൊന്നും ഇവിടെ കാണുന്നില്ല, പക്ഷേ ഇവിടെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബ്രേക്ക് മോഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബ്രേക്ക് മോഡിലേക്ക് വരുമ്പോഴാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് കാര്യമായ രീതിയിൽ കിട്ടുന്നത്. അപ്പം പക്ഷേ അത് ഓടിക്കാൻ സുഖമുള്ളൊരു മോഡായിരിക്കില്ല, സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഇവിടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യസ്തമായ കാര്യമാണ്. ഇവിടെ 2 ചാർജിങ് പോയിൻറ്റുകൾ സീറ്റ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് അതും കൊടുത്തിരിക്കുന്നു. പിന്നെ ഗ്ലൗ ബോക്സ് അല്പം കൂടി നിലവാരമുള്ളതാകാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും കാണുന്ന നിലവാരം അത് കാണുന്നില്ല. മറ്റൊരു വലിയ മിസ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ മറ്റ് സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ കാണുന്ന പോലുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഈ സീറ്റിന് എന്നുള്ള കാര്യമാണ്. ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിലുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അതും ഒക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഹോണ്ട എന്തുകൊണ്ടാണ് അതൊക്കെ ചിന്തിക്കാത്തതെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. നല്ല സീറ്റ്, നല്ല കുഷനിങ്ങുള്ള സീറ്റാണ്, നല്ല സുഖമായിട്ട് ചേർന്നിരിക്കാൻ പറ്റുന്ന സീറ്റ്. പിന്നെ ഡോർ പാഡിൽ ഒരു ബോട്ടിൽ വയ്ക്കാം. നല്ല ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഒരു ട്വീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ട്വീറ്ററൊക്കെ നമുക്ക് അതിൽ കാണാം. അതൊക്കെ ഒരു എലഗൻ്റ് ആണെന്നേ ഉള്ളൂ, അങ്ങനെ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. പിന്നെ സ്പേസൊക്കെ ഹോണ്ട സീറ്റിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ, പ്ലാറ്റ്ഫോമൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് എടുത്ത് പറയുന്നില്ല, എങ്കിലും മോശമല്ല. എന്തായാലും സീറ്റ്, അതുപോലെ തന്നെ ഹെഡ് റൂം, അതുപോലെ ലെഗ് റൂം, അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു പിശുക്കും ഹോണ്ട സിറ്റിക്ക് അന്നും ഇന്നും ഇല്ല. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴും ആ ഹോണ്ടയുടെ എലഗൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ലെതർ റാപ്ഡാണ്, അതിൽ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോണിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, രസകരമായിട്ട് ഓടിച്ചു പോകാൻ അത് സാധിക്കും. ഇവിടെ വരുമ്പോൾ ഒരു അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റലും കൂടെ ചേർന്ന മിക്സാണ് ഇപ്പോൾ ഈ ഒരു മീറ്റർ കൺസോളിൽ കാണുന്നത്. അതിൽ പല കാര്യങ്ങളും വാഹനത്തിൻ്റെ EV മോഡിൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഗ്രാഫിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓടുമ്പോൾ അതിൽ കാണാൻ സാധിക്കും. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, റൈറ്റ് സൈഡിൽ ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ സൈഡിൽ കാണാം. അത് നമുക്ക് ഫോൾഡ് ചെയ്യാനും സാധിക്കും. മറ്റൊരു കാര്യം, മറ്റു വാഹനങ്ങൾ കാണാത്തൊരു കാര്യം, ഈ ലെഫ്റ്റ് സൈഡിലെ ലിവറിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്, ക്യാമറ എന്ന് എഴുതിയൊരു ഭാഗം. അത് പ്രസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സറൗണ്ട് കാണാൻ സാധിക്കുന്നുള്ള കാര്യമാണ്. അതിൽ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും പലതരത്തിലുള്ള സറൗണ്ടുകൾ വരുന്നു. വാഹനം എടുത്ത് ഓടിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് വളരെ പെട്ടെന്ന് ചുറ്റുപാടുമൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നോക്കാതെ ഗംഭീരമായൊരു സംഭവം തന്നെയാണ്, സംശയമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇവിടെ നിന്ന് പറയാവുന്ന വിശേഷങ്ങൾ. അപ്പോൾ പിൻഭാഗത്ത് ഇരുന്ന് നോക്കാം. എന്തായാലും എന്താ പറയുക, ഇൻവൈറ്റിംഗ് ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്ന പോലെയാണ് കേട്ടോ. പിൻഭാഗത്ത് നമുക്ക് ഇരിക്കാൻ തോന്നും. കുടുംബങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമാണിത് എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ പിൻഭാഗം കണ്ടാൽ മതി. നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റ്, അതുപോലെ തന്നെ ഈ ബ്ലാക്കിൻ്റെയും ഈ ഐവറി കളറിൻ്റെയും മിക്സൊക്കെ നല്ല രസമുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇൻവൈറ്റിംഗ് ഇൻറ്റീരിയർ എന്നുള്ള കാര്യം. ഈ സീറ്റ് അല്പം മുന്നിലേക്ക് കയറ്റിയിട്ടിരിക്കുന്നു, സുഖമായിട്ട് കാല് വെച്ചിരിക്കുക. എന്ന് മാത്രമല്ല, കാല് വയ്ക്കുന്ന അവിടെ ഒരു ചെറിയ ഉയർന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, അതുകൊണ്ട് കാലങ്ങനെ ചേർന്ന് സുഖമായിട്ട് അങ്ങനെ ഇരുന്നോളും. അതോടൊപ്പം അതിന് പറ്റുന്ന രീതിയിലുള്ള തൈ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഇരിപ്പ് വളരെ സുഖകരമാണ്. ഇവിടെ ആംബ്രസ്റ്റ് ഉണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ആകെ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹെഡ് റെസ്റ്റിന് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, അത് ഫിക്സ്ഡ് ആണെന്നുള്ള കാര്യമാണ്. അതിനൊക്കെ സേഫ് എപ്പോഴും ഉയർത്തി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റുകളാണ്, അതെന്തായാലും കൊടുത്തിട്ടില്ല.
പിന്നെ ഫ്ലാറ്റ് ഫ്ലോറാണ്. ഈ ബാറ്ററി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ വാഹനത്തിൻ്റെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാം വളരെ ഫ്ലാറ്റായിട്ട് കൊടുത്തിരിക്കുന്നു. ഒട്ടും കാലൊന്നും ഉയർന്നു നിൽക്കുന്നില്ല. 2 സി ടൈപ്പ് ചാർജർ, പിന്നിലേക്ക് AC വെൻ്റ്, ഇവിടെ പേർപ്പസും മറ്റും വയ്ക്കാവുന്നൊരു സ്ഥലം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. എന്തായാലും നമ്മൾ പിൻഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് സീറ്റിൻ്റെ കുഷനിങ്ങും ടൈ സപ്പോർട്ടും തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഒരു ബോട്ടിൽ വയ്ക്കാം, നല്ലൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉയർന്നു നിൽക്കുന്ന വിൻഡോ ലൈനൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ സുഖമായി കാഴ്ചകൾ കണ്ട് പിൻഭാഗത്തിരിക്കാമെന്ന് മാത്രമല്ല, ഈ ഒരു പ്ലസൻനെസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കളറിൻ്റെ ഗുണം കൊണ്ടൊക്കെ ആയിരിക്കാം. സൺറൂഫ് ഒന്നും പിൻഭാഗത്തേക്കൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഏറെ ഫീലാണ് ഉൾഭാഗത്ത്, അത് തീർച്ചയായിട്ടും സമ്മതിക്കണം. ഇതൊക്കെയാണ് ഹോണ്ട സിറ്റിയെ കുടുംബങ്ങളോട് അടുപ്പിച്ച് നിർത്തുന്ന കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോണ്ട സിറ്റിയുടെ എല്ലാ കാലത്തെയും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യാനുള്ളൊരു കംഫർട്ടാണ്. പലപ്പോഴും ജാപ്പനീസ് വാഹനങ്ങൾ കൊറിയൻ വാഹനങ്ങളെക്കാളും പല കാര്യങ്ങളിലും പിന്നിലായിരിക്കും, ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ പിന്നിലായിരിക്കുമെങ്കിലും ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് എപ്പോഴും ജാപ്പനീസ് വാഹനങ്ങൾക്കാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുകയില്ല. വലിയ വ്യത്യാസമല്ല, ഒരു വ്യത്യാസവും തോന്നുകയുമില്ല. ഹോണ്ട സിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം എന്നുള്ളത് ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് യാതൊരു ബഹളങ്ങളും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവാണ്. അതോടൊപ്പം തന്നെ ആക്സിലറേഷൻ, ആവശ്യമുള്ള ആക്സിലറേഷൻ ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒന്നിലും ഒരു അമിതമായ ഒരു കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പണ്ട് ഒരിക്കൽ ഹോണ്ട സിറ്റിയുടെ റിവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞത്, വളരെ പക്വതയുള്ള ആൾക്കാരൊക്കെയാണ് എപ്പോഴും ഹോണ്ട സിറ്റി വാങ്ങിക്കുന്നുള്ള കാര്യം. അല്ലെങ്കിൽ എപ്പോഴും ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ വലിയ എന്താ പറയുക ഗിമ്മിക്സൊക്കെ ഇൻറ്റീരിയറുള്ള ധാരാളം വാഹനങ്ങളുണ്ടാകും. പക്ഷേ ഹോണ്ട സിറ്റിക്ക് എല്ലാ കാലത്തും ഒരു ആരാധക വൃന്ദമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻറ്റീരിയറിൽ കാണിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഒരു സ്ക്രീനെന്ന് പറയുന്നത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ട് തോന്നില്ല. പല കാര്യങ്ങളും ഈ പ്രത്യേകിച്ച് വെയിൽ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ അങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഡ്രൈവർക്ക് അത്ര പെട്ടെന്ന് കാണാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു ഇരിപ്പ് കണ്ടല്ലോ, അതിപ്പോൾ ഓടിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇതിന് ഒരു കോർണർ ഗ്ലാസ് ഒന്നുമില്ല മുൻഭാഗത്ത്. പക്ഷേ പില്ലറിനും ഈ ഒരു വലിയ സൈഡ് വ്യൂ മിററിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. അതൊരു ഏകദേശം ഒരു കോർണർ ഗ്ലാസ് പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവമില്ല. അതെനിക്ക് ഓടിച്ചു തുടങ്ങിയപ്പോൾ തോന്നിയൊരു കാര്യമാണ്. പിന്നെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് മോഡലാണ്. ഹൈബ്രിഡ് മോഡൽ ആയിരിക്കില്ല ഹോണ്ട സിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പോകുന്നത്, കാരണം ഇതിൻ്റെ വില കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ധാരാളം ഓട്ടം ഉണ്ടെങ്കിൽ ഹോണ്ട സിറ്റി ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കണം. 27 കിലോമീറ്ററോളം മൈലേജ് എന്ന് പറയുന്നത് മോശം കാര്യമല്ല. അത് എത്ര കുറഞ്ഞാലും ആ ഒരു മയത്തിലേക്കേ കുറയുള്ളൂ. ഇതിൽ ഇപ്പം ടൊയോട്ടയുടെ ഹൈബ്രിഡുകളാണ് ഇപ്പം ഈ ലോകം അല്ലെങ്കിൽ ഇന്ത്യ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാവുന്നത് ഇതിനൊരു ഡെഡിക്കേറ്റഡ് EV മോഡ് ഇല്ല എന്നുള്ള കാര്യമാണ്. ടൊയോട്ടയ്ക്ക് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ EVയിൽ കുറേ ദൂരം ഓടണം, അതായത് ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ദൂരം EVയിൽ ഓടാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇത് വാഹനം തന്നെയാണ് തീരുമാനിക്കുന്നത് EVയിൽ ഓടണോ പെട്രോൾ ഓടണോ എന്നുള്ള കാര്യം. EVയിൽ ഓടി തുടങ്ങി നമ്മൾ നന്നായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് ഇത് മനോഹരമായിട്ട് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ആ ഒരു സ്വിച്ച് ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് രസകരമാണ്. അതിൻ്റെ സൗണ്ട് ഒന്ന് മാറുന്നു, EVയിലേക്ക് സ്വിച്ച് ചെയ്ത് പോകുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് വീണ്ടും പറഞ്ഞത്. അമിതാവേശക്കാരനൊന്നുമല്ല, പക്ഷേ 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് 100 കിലോമീറ്റർ എടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് കാല് കൊടുത്ത് പെട്രോളിലേക്ക് പൂർണ്ണമായിട്ടും മാറിക്കുമ്പോൾ കുറച്ച് ഓഡിബിളാണ് സൗണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഹോണ്ടയുടെ എഞ്ചിനുകൾ പൊതുവേ നമുക്ക് പെട്രോൾ എഞ്ചിനുകൾ പ്രത്യേകിച്ചും വളരെ ഇഷ്ടപ്പെട്ട എഞ്ചിനുകളാണ്. പക്ഷേ ഇവർ ഡീസൽ കൊണ്ടുവന്ന കാലത്ത് വളരെ കുറച്ച് കാലമായി ഹോണ്ട ഡീസൽ എഞ്ചിനുകൾ കൊണ്ടുവന്നുള്ളൂ. ആ സമയത്ത് പക്ഷേ അല്പം ശബ്ദം കൂടുതലൊക്കെയുള്ള മറ്റ് പല വാഹനങ്ങളും, ഇപ്പം ഉദാഹരണം ഹ്യുണ്ടായുടെയും മറ്റും ഡീസൽ എഞ്ചിനുകൾ അത്രയും സ്മൂത്ത് ആയിരുന്നില്ല. അതിലിപ്പോൾ ഹോണ്ട ഡീസൽ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പോൾ പെട്രോളിൽ മാത്രമാണ് ഓട്ടം. അപ്പോൾ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ടൈം ടെസ്റ്റഡ് എന്നൊക്കെ വിളിക്കാവുന്ന 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുണ്ട്. അത് 121 bhp ആണ്. അതിൽ 6 സ്പീഡ് മാനുവലും ഉണ്ട്, അതുപോലെ തന്നെ CVT ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഇതാണ് ഏറ്റവും ജനപ്രിയ മോഡൽ എന്ന് വിളിക്കാവുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ HEV എന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡലാണ്. ഇതിൽ 1.5 ലിറ്റർ അറ്റ്കിൻസൺ സൈക്കിൾ പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഈ അറ്റ്കിൻസൺ സൈക്കിളിലേക്ക് വരുമ്പോഴേക്കുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൈലേജ് കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ പെട്രോൾ എഞ്ചിൻ കൂടാതെ 2 ഇലക്ട്രിക് മോട്ടറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഒരു 150 HP ട്രാക്ഷൻ മോട്ടറാണ്. ഈ ലിഥിയം അയൺ ബാറ്ററിയുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നുള്ളത് ഒരു 95 HP മോട്ടോർ ജനറേറ്ററാണ്. അത് ഈ പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടറാണ്. അപ്പം ടോട്ടൽ സിസ്റ്റം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 126 HP ആണ്, 253 ന്യൂട്ടൺ മീറ്ററും. ഇതിൽ ഈ CVT ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 3 ഡ്രൈവ് മോഡുകളിലേക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒന്ന് ഇലക്ട്രിക്, മറ്റൊന്ന് ഹൈബ്രിഡ്, ഇനി എന്നുള്ളത് ഈ ഒരു പെട്രോൾ എഞ്ചിൻ. അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുകയാണ്. അതായത് വാഹനത്തിൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ റോഡിൻ്റെ രീതികൾ, പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ്, അങ്ങനെ പല കാര്യങ്ങളെ കണക്കാക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും ഈ 3 മോഡുകളിലേക്കും. എങ്കിലും മാക്സിമം EV പവറിൽ ഓടാനാണ് വാഹനം ശ്രമിക്കുക. നമ്മൾ ആക്സിലറേറ്റർ കൂടുതൽ കൊടുക്കുമ്പോഴാണ് അത് പെട്രോളിലേക്ക് മാറുക. നമ്മൾ വാഹനം തീരെ സ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്നാണ് പിന്നീട് ഇത് പവർ സ്വീകരിക്കുക. ഈ സമയത്ത് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നതേ ഇല്ല. നമ്മളൊരു ഒരു AC റൂമിൻ്റെ അതിരിക്കുന്ന പോലെ വളരെ ചെറിയ ഫാനിൻ്റെ സ്പീഡ് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഹൈബ്രിഡ് മോഡിലാകുമ്പോഴത്തേക്കും പെട്രോൾ എഞ്ചിനിൽ നിന്നും അതുപോലെ തന്നെ ഇലക്ട്രിക് മോഡിൽ നിന്നും ആവശ്യത്തിനനുസരിച്ചുള്ള പവർ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ബാറ്ററിയുടെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ സിസ്റ്റം നേരെ പെട്രോൾ എഞ്ചിനിലേക്ക് പൂർണ്ണമായിട്ടും ഒന്ന് സ്വിച്ച് ചെയ്യും. പക്ഷേ ഈ സമയത്ത് ജനറേറ്റർ മോട്ടർ ലിഥിയം അയൺ ബാറ്ററിയെ പവർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും വളരെ ബുദ്ധിപരമായ, വളരെ ഗംഭീരമായ ഒരു എഞ്ചിനീയറിംഗ് രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഈ ഹോണ്ടയുടെ ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ ഏറ്റവും അധികം സ്വീകരിക്കപ്പെട്ട ഒരു ടെക്നോളജിയുമാണ് ഇവരുടെ ഈ സ്ട്രോങ് ഹൈബ്രിഡ്. അപ്പോൾ ഹോണ്ട അതുകൊണ്ട് തന്നെയാണ് 27.26 km/ലിറ്റർ മൈലേജ് ഈ ഒരു വാഹനത്തിന് പറയുന്നത്. എങ്ങനെയായാലും നിങ്ങൾക്ക് 20 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള മോഡലിന് 17.77 km/ലിറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. അത് മാനുവലിന്, ഓട്ടോമാറ്റിക്കിന്, CVT ഓട്ടോമാറ്റിക്കിന് 17.97 km/ലിറ്ററുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ്. സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ, സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സിൽ ലൈൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, കൊളീഷൻ അവോയ്ഡൻസ്, അങ്ങനെ പല കാര്യങ്ങളും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈൻ കീപ്പ് അസിസ്റ്റിൽ ഒരു എക്സ്ട്രാ ക്യാമറ കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. 4 ക്യാമറ 4 സൈഡിലും ഉള്ളത് കൂടാതെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സൈഡ് വ്യൂ മിററിൻ്റെ സൈഡിൽ മറ്റൊരു ക്യാമറയുണ്ട്. അത് വളരെ പക്കയാണ്. പക്ഷേ അതെല്ലാം ഈ സ്ക്രീൻ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ റൈഡ് ക്വാളിറ്റിയൊക്കെ പഴയ പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയുക സേഫ്റ്റിയൊക്കെ നമുക്ക് തോന്നാവുന്ന യൂറോപ്യൻ വാഹനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടോ ഹോണ്ട സിറ്റി 30 വർഷമായിട്ട് നമ്മുടെ മനസ്സിൽ ഉറച്ചു പോയൊരു വാഹനമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേക അനുഭൂതി തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. എത്ര വലിയ ഹോട്ടലുകൾ വന്നാലും എറണാകുളത്തുള്ളവർക്ക് മസാല ദോശ കഴിക്കണമെങ്കിൽ വൃന്ദാവനിൽ പോകണമെന്ന് പറഞ്ഞല്ലേ, എന്തോ അതൊരു അഡിക്ഷൻ പോലെയാണ് എറണാകുളത്തുകാർക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ഹോണ്ട സിറ്റിയുടെ കാര്യം. നിങ്ങൾ എന്തൊക്കെ ഗിമ്മിക്സ് കാണിച്ച് എന്തൊക്കെ വമ്പൻ വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങൾ ഈ സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നാൽ ഹോണ്ട സിറ്റി അതൊരു സൈഡിൽ കൂടെ അങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്കത് ഓടിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ വിലയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കോട്ടയംകാർ പറഞ്ഞ വിലഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, വില ആരംഭിക്കുന്നത് 11,19,000 രൂപയിലാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് 21 ലക്ഷം രൂപയാണ് വില. അതായത് ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് എത്തുമ്പോൾ വില വർദ്ധിക്കുന്ന 1 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ജനറേഷൻ മോഡലുമായിട്ട് നോക്കുക. കാരണം ജനറേഷൻ അല്ല, കഴിഞ്ഞ മോഡലുമായിട്ട് നോക്കുമ്പോൾ. CVTയുടെ കാര്യത്തിലാണെങ്കിൽ CVTയുടെ മോഡലിന് 1,80,000 രൂപയും വർദ്ധിച്ചിട്ടുണ്ട് പുതിയ ഈ ഒരു മോഡൽ വന്നപ്പോൾ. പക്ഷേ ഈ ഒരു എൻട്രി ലെവൽ മോഡലിൻ്റെ വില മാറ്റമില്ലാതെ തുടരുന്നു, 11,19,000 രൂപ. അപ്പോൾ 1 ലക്ഷം രൂപയോളം വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും എന്തുകൊണ്ട് ഈ വാഹനം വാങ്ങിക്കണം എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇത്രയും മൈലേജ് ഉള്ള ഒരു സെഡാൻ നിങ്ങൾക്ക് കിട്ടില്ല, 27 കിലോമീറ്റർ മൈലേജ്. 2, ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു സ്ട്രോങ് ഹൈബ്രിഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഡാൻ മോഡലിൽ സ്ട്രോങ് ഹൈബ്രിഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാഹനത്തിലേക്ക് പോകണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പല കാര്യങ്ങളിലും കുറവുണ്ടെങ്കിൽ എന്തോ നമ്മളെ അടുപ്പിച്ച് നിർത്തുന്ന, വൃന്ദാവനിലെ മസാല ദോശ പോലെ നമ്മളെ അടുപ്പിച്ച് നിർത്തുന്ന എന്തോ ഒരു ഘടകം ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഹോണ്ട സിറ്റി ഇപ്പോഴും വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എലഗൻസ് നിലനിർത്താൻ
പുതിയൊരു മോഡലിൽ സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പുതിയ ഹോണ്ട സിറ്റിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഭാഗം, ഈ ഒരു മുൻഭാഗം ഉൾപ്പെടെയുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ ടേസ്റ്റുകൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ മാറുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. മനുഷ്യരെന്ന് പറയുന്നത് ഭിന്ന രുചിക്കാരാണല്ലോ. അപ്പോൾ എത്രത്തോളം പേർക്ക് ഈ ഒരു മുൻഭാഗം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.